ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. ഞാൻ, അമ്മ, കുട്ടു, ചേച്ചി ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ, കൊള്ളി പറിക്കാനായിട്ട്. ഞങ്ങൾ കൊള്ളി പറിച്ച് കയറുമ്പോഴേക്കും നല്ല മഴയായി കേട്ടോ ഗായ്സ് അവിടെ. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ആ കൊള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പുഴുങ്ങി ചമ്മന്തിയുടെ ഒപ്പം കഴിച്ചേ. മഴ പുറത്ത് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ചാച്ചനും കുട്ടും കൂടി കടയിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലേസ് പോലത്തെ സംഭവമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് റൂമിലിരുന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ എടുക്കാൻ മറന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ നമ്മൾ നൂൽപുട്ടും കറിയൊക്കെ കൂടി കഴിച്ചതിന് ശേഷം നമ്മൾ റോട്ടിക്ക് ഇറങ്ങി കേട്ടോ. ചിക്കൻ വാങ്ങാനായിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റോട്ടിലേക്ക് നടക്കുകയാണ്. ഇവിടെ കുറേ ദൂരം ഉണ്ട് കേട്ടോ ഗായ്സ് റോട്ടിലേക്ക് ഒന്ന് കയറി കിട്ടാനായിട്ട്. അങ്ങനെ നടന്ന് നമ്മളൊരു ചിക്കൻ കട കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വയ്യാതെയായി ഗായ്സ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അതിൽ പോന്നിട്ടുണ്ട്. ഗായ്സ് അമ്മാമ കഥ പറയണം. ഒന്നുകൂടി പറയാം മാമ, ഒന്നുകൂടി പറയാ കഥ. അതാ സ്ഥലം ഉണ്ടല്ലോ, അപ്പൊ അടിച്ചേരി തുടച്ചു കഴിഞ്ഞിട്ട് കിടക്കുക. അപ്പൊ മണ്ണ് ചവിട്ടി കൂട്ടിയത് ആരുടെ ചോദിച്ചു. ആരോട്? വല്യമ്മമാരോട്. രണ്ട് ആദ്യോടും മിന്നോടും. അപ്പൊ അവര് രണ്ടും ആളല്ല. അപ്പൊ ഞാക്ക് ദേഷ്യം വന്നു. ഞാൻ ചെന്ന് ഒരു വട്ടി ഇങ്ങോട്ട് പൊട്ടിച്ച് കലങ്ങും അങ്ങോട്ട് അടിച്ചപ്പോ ഞാനല്ലേ അവളാണ് എന്ന് പറഞ്ഞേ. അപ്പൊ ശരിക്കും അജിക്ക് അങ്ങോട്ട് കിട്ടിയും ചെയ്യുന്നത് അല്ലാതെ അമ്മ ഉണ്ടോന്ന് അറിയില്ല അത്ര. ഗായ്സ് ചിക്കൻ വേവുകയാണ്. നമ്മൾ 2 ടൈപ്പ് ചിക്കൻ കറിയാണ് കേട്ടോ വെക്കണേ. ഗായ്സ് നിങ്ങൾക്ക് വേറൊരു കഥ കേൾപ്പിച്ചു തരാട്ടോ. എന്താണ് ചിരട്ടയില് മീൻകറി. അടുക്കളയിന്ന് തീ കട്ടോണ്ട് പോയിട്ട് ചിരട്ടയില് മീൻകറി വെച്ച കഥ കേൾപ്പിച്ചു തരാം ഗായ്സ്. പറയാം മാമ, ആണ്ടിട്ട് പറയും. തൊട്ടികളാണ്. അപ്പൊ അവര് ഞാൻ കടകൾ പോയിക്ക. അപ്പൊ മീൻ ഇട്ടുകൊണ്ട് പോയിട്ട് ചട്ടയില് വെളിച്ചെണ്ണ വെച്ച് പാത്രങ്ങൾ കേൾക്കണം. ചിരട്ട എന്നിട്ട് അതില് തീ വെച്ച് അടുപ്പില് തീ കൂട്ടി. അപ്പൊ ഈ ചട്ട കത്തില്ലേ അതിന്റെ അടുത്ത് വെക്കോല. ഞാൻ വരുമ്പോഴത്തേക്ക് തീയിട്ടാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ എന്നിട്ട് ഉണ്ടല്ലോ ഇതിങ്ങനെ കത്തണു. അപ്പൊ ആരടി തിരിഞ്ഞത്? അപ്പൊ ഒക്കെ രണ്ടും ഓടി. അടിക്കാൻ കിട്ടിയില്ല. അടിക്കാൻ കിട്ടിയില്ലേ? അടിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് ചീത്ത പറഞ്ഞ് കഴിച്ചു. അടിച്ചു കഴിഞ്ഞ മനസ്സിന് ഒരു വിഷമം. അത് കാരണം അടിക്കില്ല. പെരകത്തി പോയായിരുന്നു. അന്നാട്ടിങ്ങനെ ഓടുപരയും പശു നിൽക്കുന്നുണ്ട്. പശുവിനും കൂട്ടിട്ട് അതെ ഞാൻ വന്നോക്കിയപ്പോ പശു പിന്നെ മറ്റേരുണ്ടല്ലോ ഓടിയിട്ടുണ്ടോ. മീൻ നന്നാക്കി വെച്ചിട്ടാണ്. അതാണ് അവർ കറി വെച്ച് കളിക്കുക. അന്നെന്താ അവിടുത്തെ പിള്ളേരുണ്ട്, അങ്ങനെയുള്ള പറഞ്ഞ പിള്ളേരുണ്ടല്ലോ. കൊണ്ടുവരണം. ഒരു ചാക്ക് പൊടി വെച്ച് വെള്ളത്തിലോ പിന്നെ പൊന്തണ്ടേ പണിയാ. പക്കലോ പറഞ്ഞിട്ടിട്ട് അതിന്റെ മെഞ്ചൊക്കെ മറിയാം. കെട്ടൊക്കെ പത്തിരുന്നാലും കൊണ്ടുവന്നിടും. ചാച്ചനോട് ചോദിച്ചേ പഴയ കഥകൾ വല്ലതുണ്ടോന്ന്. പിന്നെ പത്തൊല്ലിൽ ഒളിച്ച് കളിച്ചു ഒക്കെ കൂടി. പത്തൊല്ലിൽ ഒളിച്ച് കളിച്ചിട്ട് അപ്പോൾ ഗായ്സ് സമയം ഒരു 2 മണി 3 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ മേടിച്ച് വന്ന് ചിക്കൻ കറി വെച്ച് ഫുഡ് കഴിക്കാൻ നമ്മൾ എടുക്കാൻ മറന്നു ഗായ്സ്. അപ്പോൾ നമ്മളിനി പറമ്പിലോട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഞാൻ പറമ്പ് കാണിച്ചു തരാം ഗായ്സ്. ഇതാണ് അമ്മാമ്മയുടെ വീട്ടിലത്തെ പറമ്പ്. ഇത് ഫുള്ള് അമ്മാമ്മയുടെ കൃഷിയാണ് കേട്ടോ.
നിറച്ചും വാഴയൊക്കെ ഉണ്ട് ഗൈസ്. അമ്മാമ വാഴ വെച്ചിരിക്കുന്നു. പിന്നെ കൊള്ളിയുണ്ട്, നിറച്ചും ഉണ്ട്. പിന്നെ ഗൈസ് കിണറിൻ്റെ ഉള്ളൊരു വെറൈറ്റി ആളുടെ വീടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാണ് കടന്നലിൻ്റെ കൂട്. ഇവിടെ നിറച്ചും പറക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, അതുകൊണ്ട് നമുക്ക് പറമ്പിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ കൊള്ളി പറക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അമ്മ ഉണ്ട്, അമ്മ വാ, അമ്മ ഉണ്ട്, അതേപോലെ അമ്മാമ്മയുണ്ട്, കുട്ടുണ്ട്. എവിടെ? ആ ഇവിടെ അല്ലേ ഗൈസ് പേരത്തൈ. ഗൈസ് കൊള്ളിമരയിൽ നമ്മൾ ഇന്നലെ പറിച്ച കൊള്ളീൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് കേട്ടോ. മഴ ഗൈസ്. അപ്പോൾ നമുക്ക് കൊള്ളിയുടെ ചെടി ഉള്ളിടത്തേക്ക് പോകാം. ആ ഇവിടെ ഇങ്ങനെ ഒരു കാട് പോലെ ഉണ്ടായിരുന്നല്ലേ, ഒന്നുമില്ല. ഗൈസ് ഇപ്പൊ ചക്ക വീഴുന്നതായിരിക്കും. എന്തിനാ കൊണ്ട് കടാനാ കുട്ട ചെറിയ കുത്തി വീട്ടാ. നട്ടോ നട്ടോ ആ അങ്ങനെ പൊട്ടിച്ചിട്ടല്ലേ. ഞാൻ നീങ്ങിക്കട്ടെ ട്ടാ. വലിച്ചോ വലിച്ചോ കൊള്ളിണ്ട്. കൊറേ ഉണ്ടല്ലോ. കുറയ്ക്കാറാവണല്ലോ അല്ലേ? കുറച്ച് മതിട്ടാ, എനിക്ക് ഏറ്റവും വയ്യ. ഈ മഴയത്ത് കുട്ടി നിനക്ക് എന്തിനാണ് നനയ്ക്കണ? ഈ മഴയത്ത് വെള്ളത്തിൽ ആറാടാനല്ലേ? അത് കണ്ടിട്ടുണ്ട്. ഇത് താമരന്റെ ചെടി കൊണ്ടൊക്കെ ഉണ്ടാക്കണം. മതിട്ടാ എനിക്ക് മതിട്ടാ. നമ്മളെ എത്തി കൊണ്ടുപോണ്ടേ? വയ്യാട്ടാ. രണ്ട് തണ്ട് ഉറുമ്പ് പിടിച്ച് കടിച്ചു. ആവശ്യമില്ലാതെ തന്നെ മുകളിക്ക് വലിഞ്ഞ് കയറട്ടാവും കുറച്ചും കൂടി. കുട്ടിനെ വാ, മാല കാണിച്ചെടുക്ക്. അമ്മാമ്മയുടെ കൊള്ളിതാ പറക്കിടു. ഗൈസ് അമ്മാമ്മയുടെ കൃഷിയിൽ കൊള്ളി മാത്രല്ല കൂർക്കുണ്ട് കേട്ടോ. കാണിച്ചേ, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ആ മാമയുടെ കൂർക്ക ചവിട്ടി. ചവിട്ടല്ലേ മോനെ, കഷ്ടപ്പെട്ട് നട്ടതല്ലേ, ചവിട്ടല്ലേ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ അമ്മാമ്മ ഇങ്ങനെ കൊള്ളിയും കൂർക്കയൊക്കെ നട്ടിട്ട് ചാനൊക്കെ ഉണ്ടാവില്ലേ, അന്ന് ഫുള്ള് വെള്ളം നിക്കണ സ്ഥലാ. അങ്ങനെ ഉയർത്തിയിട്ടൊന്നുമില്ല. അപ്പൊ വെള്ളം മീനൊക്കെ കിട്ടും. മീൻ പിടിക്കും ഞങ്ങള് ഈ വെള്ളത്തിലൊക്കെ കിടന്ന്. ഇതിന്റെ ചാലിലൊക്കെ വെള്ളത്തിൽ കിടന്നിട്ട് ചാളി വെള്ളത്തിലല്ലേ. അന്നൊക്കെ സീനില്ലല്ലോ അങ്ങനെയൊന്നും. മീനെ പിടിക്കും. ഇതിന്റെ മുന്നിൽ കൂടെ ചാലാർന്നു പോണ്ടായിരുന്നെ. മീനൊക്കെ പിടിക്കും. അച്ചാച്ചൻ വെട്ടോത്തി കൊണ്ട് വെട്ടി പിടിക്കും മീനിനെ. പിടിക്കും. ഒരാലൊക്കെ ഉണ്ടാവും. അതിനെ വെള്ളത്തിന്ന് വലിച്ചങ്ങോട്ട് ഇട്ടാ പോരെ. വെള്ളത്തിന്ന് കിട്ടണ്ടേ, അങ്ങനെ വെട്ടി പിടിക്കും. പിന്നെ കൊറേ മീനൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു കുണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതില് മീനുണ്ടാവും. എന്താ പറയാ, ഈ പുല്ലൊക്കെ വെച്ചിട്ട് മുട്ടിയൊക്കെ വെച്ച് മെട്ടക്കും. മുട്ടിയും അങ്ങനെ വെച്ചിട്ട് ചോറ് കൂട്ടാനും വെച്ച് കളി. ഭയങ്കര കളിയായിരുന്നു. ഗായ്സ് അമ്മാമ്മയുടെ കൂർക്കാവും പറിച്ച്. കൂർക്കുണ്ടോന്ന് കൂർക്കയുടെ ചെടി പറിച്ചിട്ടാണ് കേട്ടോ ഗൈസ് നോക്കണത്. നല്ല മഴക്കാറുണ്ട് ഗൈസ്. മഴ അധികം തന്നെ പെയ്യുന്ന നമുക്ക് പോണ്ടേ ഗൈസ്. ഇന്നൊരാള് മോങ്ങലുണ്ടാവും പോണ ടൈമില്. ഗൈസ് കണ്ടോ, നല്ല മഴക്കാറാണ്.
അമ്മാമ്മയുടെ കൂർക്കയുടെ കാര്യത്തിൽ തീരുമാനമാണ് ഗായ്സ്. ഈ ചെടി ഇതിന് തൊട്ടോക്കിയേ, മറ്റേ ഇതിന്റെ അല്ല എങ്ങനെ തൊട്ടോക്കിയേ, കിറുന്നാവണതല്ലേ? ഇങ്ങനെ ഇങ്ങനെ ആക്കിയ കിട്ടീണ്ടാവും. ഇതിന്റെ ഒരു കുഞ്ഞ പീസ് പറിച്ചായോ കുട്ടുവിന്റെ കഴുത്തിൽ കൊണ്ടുപോയി അരക്കാം. അടി ഉണ്ടാവാനുള്ള വഴിയേട്ടോ കുത്തി തറയ്ക്കുന്നു. അതിന്റെ തൊണ്ടുമ്മയൊക്കെ ഉണ്ട് ഗായ്സ്. നമുക്ക് ഇത് കുട്ടുവിന്റെ ചിറിയിൽ കൊണ്ടുപോയി ഉരയ്ക്കാം ഗായ്സ്. കുട്ടിനി യെസ് കം ഓൺ. ഗായ്സ് അമ്മാമ്മ കൊള്ളി വെട്ടുകയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്ക്. ടൈറ്റായല്ലോ. നീ നാശത്തോടെ കൊണ്ട് അല്ല ഇത്രധികം ഇത്രയൊന്നും കൊണ്ടുപോണ്ട. അത് ഇത്രധികം കൊണ്ടുണ്ടോ? എനിക്ക് ആ ചെടീന്റെ കൊമ്പ് വേണം. ആ വെള്ളപ്പൂള്ളാന്റെ ആ ചെമ്പരത്തിയുടെ ഇല നോക്കിയേ. ചെമ്പരത്തി. അമ്മാമ്മയുടെ ചക്ക കാണിച്ചൊക്കെ അടിയില് കുഞ്ഞിച്ചക്ക ഉണ്ടോ അവിടെ? ഞാൻ പോയി നോക്കിട്ട് വരാം. നമുക്കിനി അമ്മമ്മയുടെ പ്ലാവ് കാണാൻ പോവാം ഗൈസ്. അവിടെ മതിൽ കെട്ടിണ്ടോ ഗൈസ്. കഷ്ടപ്പെട്ട് വന്ന വഴിയില് കമ്പിവേലി ഇട്ടേക്കാണ്. ഇതിന്റെ ഉള്ളിലൂടെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് നടക്കാൻ നോക്കി നടന്നോട്ടാ. അപ്പൊ അതിയാനെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നില്ലേ? ഞാൻ അപ്പൊ എന്തിനും ഇതിനെ വന്നു. വാഴ പറമ്പ് നിറച്ചും വാഴ നട്ടു വെച്ചിട്ടുണ്ട് ഗൈസ് അമ്മാമ്മ. ഗൈസ് ആണ് നമ്മുടെ വീട്ടിലേക്ക് വരണ വഴി. അവിടെ നമ്മുടെ വീട്. വെള്ള തെച്ചി ഗൈസ്. ഇതിന് പകുതി ഉണങ്ങിയിരിക്കുന്നു. മൂന്ന് തരം വെള്ളപ്പൂ. ഇവിടെ 1 2 3. ഇവിടെ കൂടെ വേഗം വന്ന ഇവിടെ കടന്നൽ കൂടെ ഉണ്ട് കേട്ടാ ഗായ്സ്. ദ വലിയ റെഡ് തെച്ചി. വെള്ള ഭയങ്കര വെള്ള തെച്ചി ഭയങ്കര ശോഷിച്ചായിരുന്നു ഗൈസ്. പക്ഷെ റെഡ് ശോഷിച്ചിട്ട് തന്നെയാണ്. കാരണം നമ്മൾ തൊട്ടപ്പയ്ക്ക് അത് പോകുന്നു ഗൈസ്. ദാ ഗായ്സ് ഇവിടെയും വാഴക്കൂട്ടം. ഇത് കുറച്ച് വലുതായ വാഴയാണ് ഗൈസ്. ദാ ഗായ്സ് പ്ലാവ്. ഇതിൻ്റെ ഏറ്റവും അടിയിലാണ് കേട്ടോ കുഞ്ഞിച്ചക്ക. കോഴിയില്ലാത്ത കോഴിക്കോട് ഗൈസ്. ഒന്ന് തിരിഞ്ഞു പോലെ നോക്കണില്ലല്ലോ. നോക്കി എന്റെ ചെരുപ്പൂട്ടുണ്ടായിട്ട് കൊച്ച് അതിന് മുഴുവൻ ചള്ളി ഇങ്ങനെ കയറ്റി കഴിഞ്ഞത് അവിടെ വെക്കിയത് ആട്ട് കേട്ടേ. ഇനി എന്താ മാമ പണിയുള്ള? അച്ചാച്ചനെ കാണിച്ചെടുക്കാണ് ഗൈസ് അമ്മാമ്മ വലിയ കൊള്ളി ഉണ്ടായത്. ഗായ്സ് അങ്ങനെ ഇവിടെ എല്ലാ പൂച്ചെടികളിനെയും തണ്ട് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. വീട്ടിൽ നമ്മൾ ഉമ്മർത്തിരിക്കാണ്. അമ്മയും എന്ത് കുഞ്ഞോ
പൂവണ്ടേ പിന്നെ കണ്ണീർ പൂവിന്റെ കവിളിൽ അപ്പൊ ഗായ്സ് അങ്ങനെ പോവാനുള്ള ടൈം ആയിട്ടോ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കുട്ടി നമുക്ക് പോവാം ഗായ്സ് അവൻ കലിപ്പാണ് പോണോണ്ട് ചുമ്മാ കഥ പറഞ്ഞാൽ മതിയോ? പോവാ അങ്ങനെ ഗായ്സ് അവർക്ക് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. കുട്ടൂന് നല്ല സങ്കടം ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്.